ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലം മാത്രമല്ല, തണുപ്പ് കൂടി വരുന്ന കാലാവസ്ഥകളിൽ പല ആളുകൾക്കും ഈ പറഞ്ഞ പോലെ ജോയിൻറ്റ് പെയിൻ, മസിൽ പെയിൻ, ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ആ ഒരു വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും ഈ തണുപ്പ് കൂടി വരുമ്പോൾ കൂടി വരുന്നതായിട്ട് പല ആളുകൾക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ആദ്യത്തെ കാര്യം, ഇപ്പോൾ തണുപ്പ് കൊണ്ടാണ് ഇപ്പോൾ ജോയിൻസിലും മസിൽസിലും ഒക്കെ അനുഭവപ്പെടുന്ന വേദനയും അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ്സും ഒക്കെ വരുന്നതെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് നമുക്ക് ഹീറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഹീറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് ഹീറ്റിംഗ് പാഡ്, അതുപോലെ തന്നെ ഹോട്ട് വാട്ടർ ബാഗ്, അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ അടുത്തൊരു കാര്യമാണ്, പലരും പറയാറുണ്ട്, ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ചെറിയതുള്ള ഒരു ബോഡി സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒന്ന് എണീറ്റ് നടന്ന ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല, ഒന്ന് ഫ്രീ ആവും. അതുപോലെ ചില ആളുകൾ പറയും, ഒരുപാട് സമയം കഴിഞ്ഞ് പിന്നെ ഇരുന്നിടത്ത് എണീക്കുമ്പോൾ പിന്നെ നടു ഒരു ലോക്കായൊരവസ്ഥയാണ്. അത് മെല്ലെ ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ക്ലിയറായി, കുഴപ്പമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്റ്റിഫ്നെസ് വരുന്ന സമയത്ത് നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് ഒരു ഫിസിയോൻ്റെ സൂപ്പർവിഷനോട് കൂടെയുള്ള ജോയിൻറ്റ് മൊബിലിറ്റി എക്സസൈസസ്, അതുപോലെ മസിൽ സ്ട്രെച്ചിങ് എക്സസൈസസ്, അതുപോലെയുള്ള വാമപ്പ് എക്സസൈസുകളൊക്കെ ചെയ്ത് നമ്മുടെ ജോയിൻസിനെയും മസിൽസിനെയും ആ മൊബിലിറ്റിയും ആ ടോണും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് നോക്കാം. അതുപോലെ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ബോഡിയുടെ ഹൈഡ്രേഷൻ. കാര്യം, നമുക്ക് തണുപ്പുള്ള ക്ലൈമറ്റൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ദാഹം അതിങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ വല്ലാതെ നമ്മുടെ ബോഡിയിൽ ആ ഡീഹൈഡ്രേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ജോയിൻറ്റ് പെയിൻ അതുപോലെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ വെള്ളം കുടിച്ച് നമ്മുടെ ബോഡിനെ ഹൈഡ്രേറ്റായി നിലനിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള ജിഞ്ചർ, അതുപോലെ തന്നെ ടേർമറിക് എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് ഫിസിയോതെറാപ്പിയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. കാര്യം, ഈ മഴ പെയ്യുന്ന സമയത്താണ് പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ വഴുതി വീഴുന്നൊരവസ്ഥ ഉണ്ടാവുക. അപ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ചെറിയ വെറ്റ് കാര്യങ്ങളൊക്കെ ഫ്ലോറിൽ ഇങ്ങനെ ആയി കിടക്കുകയാണെങ്കിൽ അവരവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് നടക്കാനൊക്കെ നോക്കുന്ന സമയത്തായിരിക്കും ശ്രദ്ധയില്ലാതെ പെട്ടെന്ന് അങ്ങ് വഴുക്കി വീഴും. അപ്പോൾ വഴുക്കി വീണിട്ട് അറിയാമല്ലോ, ചെറിയതുള്ള മസിൽസ് ചതവ്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ പ്രായം വരുന്ന സമയത്ത് ബോൺ ഡെൻസിറ്റി കുറവായിരിക്കും, പെട്ടെന്ന് ഫ്രാക്ചേഴ്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പരമാവധി വീട്ടിൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, വെറ്റായിട്ടുള്ള ഏരിയ